ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്നൊരു ചെറിയ റൈഡിന് പോവുകയാണ്. അപ്പോൾ ചെറിയ റൈഡ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ മൂന്നാറിലെ ചൊക്രാമുടി പീക്കാണ്. അപ്പോൾ ചൊക്രാമുടി പീക്കിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും അവിടെ പോയി നോക്കാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൽ ഞാൻ ആക്ച്വലി ഇത്രയും ലേറ്റായിട്ട് ഇറങ്ങാൻ കാരണം തന്നെ ഞാൻ അവിടെ സ്റ്റേ അടിക്കാനുള്ള ഒരു പ്ലാനാണ്. ഒരു ടെൻറ്റ് ക്യാമ്പിങ് കാര്യങ്ങളായിട്ട് ഒന്ന് നിൽക്കാനുള്ള ഒരു പരിപാടിയാണ്. അതെന്തായാലും നടക്കുമോ ഇല്ലയെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് കുതിരാൻ ടണലിലാണ്. ഇവിടെ ഒരു കാലത്തും പണി തീരുമില്ല തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, മൊത്തം അവിടെ മണ്ണിടിച്ചലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പാണ്. അപ്പോൾ ഇത് എന്ന് പണി തീരും എന്നെനിക്ക് ഒരു ഐഡിയ ഇല്ല. പണി തീരുമോ ഇത് തുറക്കുമെന്ന് പോലും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മെല്ലെ ഇവിടുന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഇനി ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല. അത്യാവശ്യം ഞാൻ വരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം MVDയും കാര്യങ്ങളൊക്കെ ചെക്കിങ് ഉണ്ടായിരുന്നു. സുഖേഷ്, അപ്പോൾ നമ്മൾ മൂന്നാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൻസിലാണ്. അൻസിൽ ഫ്രം ചങ്ങനാശ്ശേരി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചുമ്മാ ഒരു ചൊക്രമുടി ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ഒരു അടിപൊളി വാട്ടർഫോൾസ് കണ്ടു. അപ്പോൾ നമ്മൾ ചിപ്പാറ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ടുള്ളൊരു വാട്ടർഫോളാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. മഴയുള്ളതുകൊണ്ട് തന്നെ വെച്ചാൽ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കാണുന്നുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞത് മഴയുണ്ടെന്നാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വലിയ മഴ ഒന്നും കട്ടിയില്ല, പക്ഷേ മലയുടെ മേലെ നല്ല മഴയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത്. അതുണ്ട്, അവിടെ മൊത്തം നല്ല വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ അടുത്ത ഒരു സ്റ്റോപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ കാഴ്ചകൾ കാണിച്ചു തരുന്നതായിരിക്കും. സ്വകാര്യം അപ്പോൾ നമ്മൾ ചൊക്രാമുടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മഴയുണ്ട്. ഭാഷയുടെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് നല്ലപോലെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഒരു ചെറിയ ലെവൽ ഓഫ് റോഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ബ്രോക്കൺ റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് റോഡ് പക്ഷെ മഴ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ടഫാണ്. അത്യാവശ്യം നല്ല ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഓഫ് റോഡുണ്ട്. അൻസിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്, വരുന്നുണ്ട് തോന്നുന്നു. അയ്യോ ഇത് അത്യാവശ്യം നല്ല ഓഫ് റോഡാട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി.
all of it. ചായ കൂടെ പുക പോകുന്നുണ്ട്, തണുപ്പുണ്ട്. അത്യാവശ്യം നല്ല ടഫാണ് കേട്ടോ കഴിച്ചത്. അത് മഴയത്ത് ഓടിക്കാൻ പറഞ്ഞാൽ ഈ ചുവപ്പും മുന്ന് മഴയത്ത് ഓടിക്കാൻ അത്യാവശ്യം നല്ല ടഫാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് എക്സോസ്റ്റ് ആവുന്നുണ്ട്. നമ്മൾ ഒരുപാട് ആക്സിലറേറ്റർ കൊടുക്കാനും പറ്റില്ല, കാരണം വണ്ടി നന്നായിട്ട് തെന്നിപ്പോവും. ഇതേമാതിരി എനിക്ക് കിട്ടിയത് ശരിക്കും ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഉളുപ്പുന്നി പോയപ്പോൾ ലാസ്റ്റ് ഉളുപ്പുന്നി മല കയറുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു വഴുക്കുന്ന ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ലെഫ്റ്റാണ് കേട്ടോ ഗൈസ്. ഞാൻ അൻസിലിനൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് അതേ അൻസിൽ ഇങ്ങനെ കയറി വരുന്നത്. എത്തിപ്പോയി. ചെളിയാണ്. ചെറുതായിട്ട് ഇടിയും വെട്ടുന്നുണ്ട്. ഓളൊക്കെ നമ്മൾ ചക്രാമുടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഒന്ന് കമ്മിയായിട്ടുണ്ട്. അപ്പോൾ നല്ല കോട വന്നിട്ടുണ്ട്. ഏതോ വണ്ടിയുടെ ഹോണ് കേൾക്കാം. ഓക്കെ പോവാ. എൻ്റെ അമ്മേ, അയ്യോ ഒഴുക്കുന്നു. അതായത് അത്യാവശ്യം നല്ല ഒഴുക്കനാണ് കേട്ടോ. പാട്ട് മാറി പണിയായി. അയ്യോ പോക്കോ.
ഗായ്സ് അത്യാവശ്യം കോട ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് ചൂടായിട്ടുണ്ട് തോന്നുന്നു, കൊടുക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടി ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചു. മനസ്സിലെടുക്ക എത്തിയ എന്റെ അമ്മേ. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചക്രാമുടിയാണ്. അത്യാവശ്യം മഴയുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ടഫ് ഉണ്ട്. കല്ലൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. പോരാത്തതിന് ഈ ജീപ്പുകൾ അത്യാവശ്യം പോകുന്നുണ്ട്. അപ്പോൾ ഈ മൊത്തം ഇളകി കിടക്കുകയാണ് കല്ല്. അപ്പോൾ വണ്ടി ശരിക്കും പിടിക്കുന്നില്ല. ക്ലച്ചൊക്കെ നല്ലപോലെ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ പകുതി എത്തിയെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം ഞാൻ കുറച്ചും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത് ജീപ്പുകാരിപ്പോൾ പോയവർ. പിന്നെ ഇതാണ് നമുക്ക് പോകാനുള്ള വഴി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് താഴ്ത്തിക്കൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പോലെ തന്നെ കല്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണിപ്പോൾ നമ്മൾ വന്ന വഴി. അപ്പോൾ ഇനിയുള്ള വഴി നമുക്ക് ഇതിന് മേലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഈ വഴി അങ്ങനെ കയറി പോകുന്നതാണ്. നമ്മുടെ ക്യാമ്പിംഗ് സ്റ്റേയും കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കയറ്റമാണ്. എല്ലാവരും കൂടെ ഹെൽപ്പ് വേണോ? കൊടുത്തോ 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 കൊടുത്തോ. എടുത്തോ എടുത്തോ ഫ്രണ്ട് കയറുമോ? അങ്ങനെ എടുത്തോ. എടുക്ക് ബ്രോ. നിക്ക് 1 2 3 നിക്ക്. വലിയൊരു കല്ലുണ്ട് തോന്നുന്നു. കല്ലല്ല സ്റ്റാർട്ട് ചെയ്തില്ല എൻ്റെ അപ്പോ. ടോപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ട്രാക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ എത്ര ഫോണിൽ നിങ്ങൾക്ക് കാണുന്നറിയില്ല. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ് കേട്ടോ. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് കണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് ഇപ്പോൾ കയറി വന്നത്. അത്യാവശ്യം നല്ല പോലെ ടഫ് തന്നെയായിരുന്നു. കാരണം മഴ പെയ്തിട്ടും ഈ ജീപ്പ് കയറിയിട്ടും തന്നെ അത്യാവശ്യം നല്ല നമുക്ക് ഓടിക്കാൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ വണ്ടി കാണിച്ച അട്ടഹാസമാണ് ഈ കാണുന്നത്. ഇതുവഴി കയറുമ്പോൾ എൻ്റെ വണ്ടി ഇത് ഇവിടെ ഒന്ന് പെട്ട് അത് കഴിഞ്ഞ് പിന്നെയൊക്കെയാണ് വലിച്ച് കയറ്റി മേലോട്ട് എടുത്തു. ഇതാണ് നമുക്ക് ഇന്നത്തേക്കുള്ള സ്റ്റേ. അപ്പോൾ ഇതിവിടെ ഒരു ടെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു അത്യാവശ്യം വലിയ ടെൻ്റാണ്. പിന്നെ നമ്മുടെ ഒപ്പം പട്ടാമ്പിയിൽ നിന്ന് ഒരു 4 കൂട്ടുകാരും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഞങ്ങളിവിടെ വന്നിട്ടാണ് കാണുന്നത്. അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. ഇതൊരു വലിയ ടെൻ്റാണ്. ഇതാണ് ഞങ്ങളുടെ ടെൻ്റ് ഇന്നത്തേക്കുള്ളത്.
ഇവിടെ അതേ അൻസിൽ, ഞാൻ, അതേമാതിരി ഇതേ ഇവിടെ ഈ 3 പേര്, ഒരാൾ ടെൻറ്റിനകത്താണ്. ഇവിടെ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ബ്രോ, നിങ്ങളെല്ലാവരും എവിടുന്നാ? പട്ടാമ്പി. പേര്? ഗോകുൽ. ഫാസിൽ അല്ല, അൻസിൽ. ഇതാണ് കേട്ടോ അൻസിൽ. അപ്പോൾ നിങ്ങൾ എക്സ്പൾസ് ഒറ്റൊന്നേ എടുത്തുള്ളൂ? ബാക്കി R15 ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് താഴ്ത്ത് നിർത്തിയോ? അത് എന്നിട്ട് ജീപ്പിൽ കയറി വന്നു. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇവിടെ നമുക്ക് ജീപ്പിൻ്റെ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുന്നേ നമ്മുടെ ഇവിടുത്തെ ആളായിട്ട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ജീപ്പും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ. പിന്നെ ചെറിയ മഴയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിവിടെ കോട കിട്ടാത്തത്. ഇപ്പോൾ മഴ ഒന്ന് കമ്മിയായി കഴിഞ്ഞാൽ കോടയും കാര്യങ്ങളും വരുന്നു പ്രതീക്ഷിക്കുന്നു. അവിടെയാണ് ഗൈസ് ചോക്രാമുടി പീക്ക്. സോ ഗൈസ്, നമ്മുടെ ഭക്ഷണം കഴിഞ്ഞു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ അവിടെ നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇത് ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ ലൈറ്റ് അല്ല, അത് ആക്ച്വലി കോട ഇറങ്ങിയിട്ട് ആ വെളിച്ചത്തിൽ കാണുന്നതാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബൈക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ രാവിലെ കാണിച്ചു. നമ്മൾ രാവിലെ എണീച്ച് ഇരിക്കുന്ന ഒരു മൂടാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ അതെ നിങ്ങൾക്ക് കാണാമല്ലോ, കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഒരു ട്രെക്കിങ്ങിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ട്രെക്കിങ് ചെയ്തിപ്പോൾ വ്യൂസ് ഒന്നും കാര്യമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നൊന്നുമില്ല, കാരണം മൊത്തം കോടയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയേക്കാണ്. അപ്പോൾ താഴെയാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് പോകണം. ഇന്നലെ രാത്രി ആക്ച്വലി ഞങ്ങൾ ഈ വഴി തന്നെയാണ് രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ പോയത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് എനിക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം മൊത്തം ഇരുട്ടും വെളിച്ചമൊക്കെ കമ്മിയായിരുന്നു. ഇവിടെ ലൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ടോർച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ഇവിടെ നല്ല വഴുക്കലുണ്ട്. വീണ നന്നായി വഴുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഇതേ വണ്ടി ഇറക്കണമെന്നായിരിക്കും എൻ്റെ മോനെ. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ട്രെക്കിംഗ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ചോക്രാമുടി പീക്കിലേക്ക് ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അത് ആക്ച്വലി നടക്കും തോന്നുന്നില്ല, കാരണം ഈ മഴയത്ത് അവിടെ പോയാലും നമുക്ക് വലിയ വ്യൂസും കാര്യങ്ങളും ഒന്നും കിട്ടൂല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് ഡ്രോപ്പ് ചെയ്യാം, കാരണം മഴയിൽ നനഞ്ഞ് അത്ര മേലോട്ട് കയറുകയും ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കയറുതെ ഇതേ കോടമഞ്ഞും നമുക്ക് ഇപ്പോൾ കാണുന്നതിനെ പോലെ തന്നെ കാണുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളത് മെല്ലെ ക്യാൻസൽ ചെയ്യാതെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി, ഞാൻ അപ്പോഴേ പറഞ്ഞ മാതിരി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചായയും ഫുഡും. അപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടെൻറ്റ് ക്യാമ്പിങ്ങും അതേപോലെ തന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. ഈ ട്രീയുടെ മണ്ടയ്ക്ക് ഒരു അടിപൊളി ബിൽഡിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ മേലേക്ക് ഏതാ വഴി നോടാടാ. ഗൈസ്, അപ്പോൾ നമ്മൾ ട്രീ ഹൗസിൻ്റെ സ്റ്റെപ്സ് കണ്ടെത്തി.
സോ ഈ ഭാഗത്തായിരിക്കും മൊത്തം ക്ലൗഡ് ബെഡ് വന്ന് കിടക്കുക. ഈ കാണുന്ന ആ ഭാഗത്ത് മുഴുവൻ ക്ലൗഡ് ബെഡ് ആയിരിക്കും. പിന്നെ ആ ഭാഗത്തായിട്ടാണ് ഇടുക്കി ഡാം ഇരിക്കുന്നത്. ഇടുക്കി ഡാം നമുക്ക് ഈ ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഈ ഫോഗ് എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ കൂട്ടുകാരൻ പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി നമ്മൾ അൺലക്കിയാണ്. ടെന്റ് ഉണ്ട്, ട്രീ ഹൗസ് വേണമെങ്കിൽ നമുക്ക് ട്രീ ഹൗസ് പറയാം. പിന്നെ നമുക്ക് ചിൽ ഔട്ട് ചെയ്യാൻ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ചേട്ടന്മാരുടെ പേര്? സേഫ്. എവിടുന്നാ? കൊടുങ്ങല്ലൂര്. ചേട്ടനോ? കൊടുങ്ങല്ലൂര്. ഓക്കെ. അപ്പൊ ഇവിടെയും ടെൻസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് വാഷ്റൂം കാര്യങ്ങളെല്ലാം ആയിട്ട് പരിപാടിയുണ്ട്. പിന്നെ ഇത് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് എടുത്തൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ ഈ കാണുന്ന ഏരിയയിൽ എങ്ങനെയായിരിക്കുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, കാരണം മൊത്തം ഫോഗായി കിടക്കുകയാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട്. നമുക്ക് ഇന്ന് രാവിലെ ഫുഡ് എന്ന് പറയുന്നത് പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. ഇത് കണ്ടോ, തലേ കൂടെ ഒഴിക്കണ്ടേ, പുട്ടിന്റെ മേലേക്കാണ് ഒഴിച്ചു വന്നു. അഞ്ചിലാണ്, നല്ല തട്ടാ. സോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പോഴേ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ചെറിയ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ അതിന് ഇറങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ട്രെക്കാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ നമുക്ക് ശരിക്കും ജീപ്പ് പോയ പാടുണ്ട്. മഴയില്ലെങ്കിൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വരായിരുന്നു. പക്ഷെ മഴയത്ത് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ കയറിപ്പോവും, പക്ഷെ ഇറങ്ങാൻ അത്യാവശ്യം നല്ല റിസ്ക്കാണ്. സോ ഞങ്ങൾ വണ്ടി എടുക്കുന്നില്ല, ട്രെക്ക് ചെയ്യാൻ തന്നെ വിചാരിച്ചു. Second night I've dreamt about you, babe. I don't know how I should tell you, babe, that lately I get lost thinking about you. I admit that I can't be without you. ആ കാണുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇതേ നിലവിളിക്കുന്നുണ്ട് ഇവിടുന്ന്. Baby, please don't leave. ഇനിയും അങ്ങോട്ട് വഴിയുണ്ട്, പക്ഷെ കാരണം നല്ല വഴുക്കലാണ്. അങ്ങോട്ട് പോയി തലയും കുത്തി വീണ് കഴിഞ്ഞാൽ സീൻ കിട്ടും. അപ്പൊ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വീശുന്നത് മൊത്തം കോടയാട്ടോ. ആ മലയുടെ മണ്ടയ്ക്ക് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ തിരിച്ചിറങ്ങാനുള്ളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് ഗിയറായി. അഞ്ചിൽ കുളിക്കുകയാണ്. അപ്പോൾ അഞ്ചിൽ വന്നിട്ട് അവൻ താഴത്തോട്ട് ഇറങ്ങും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ താഴത്തോട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോൾ ബോയ്സ്, അപ്പോൾ കാണാം, മീറ്റ് ചെയ്യാം, അടുത്ത റൈഡിൽ കാണാം. യെസ് ഷുവർ ബോയ്സ്. അപ്പോൾ ശരി, ഞാൻ എല്ലാം ഇറങ്ങട്ടെ. ഗായ്സ്, ഇത് നല്ല ഇറക്കം കേട്ടോ എൻ്റെ മോന്.
യെസ്. അപ്പോൾ നമ്മൾ ബാസിയെ കണ്ട് നമ്മുടെ കൂട്ടുകാരനെ കണ്ട് നമുക്ക് തിരിച്ചു പോവാം. അത് ഇറക്കാൻ പറ്റ പാട്. സുഖമായിട്ട് അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇത് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ചൊക്രാമുടി. അപ്പോൾ ബാസി പറഞ്ഞ പോലെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോൺടാക്റ്റും കാര്യങ്ങളും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് വരുന്നവരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ബോയ്സ്, അപ്പോൾ പോയിട്ട് വരാം. അടുത്ത വട്ടം പാക്കലാം. ബാഷ് പ്ലേറ്റൊക്കെ തട്ടാൻ തുടങ്ങി. എൻ്റെ അമ്മോ, ഇവിടെ നിന്നായിരുന്നു എൻ്റെ ക്ലച്ച് പ്ലേറ്റ് ചൂടായിട്ട് ഓഫായത്. മനസ്സിലത് പിന്നാലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം വിട്ടോ. ബാക്കി ഇറങ്ങാം. നമുക്ക് അവന്മാരെ ഒന്ന് നോക്കാം. കാരണം ഇറങ്ങാൻ ഒത്തിരി പാടാ. ബ്രേക്ക്. അഞ്ചില് വരുന്നുണ്ട്. അഞ്ച് ഏതാ ട്രാക്ക്? ഈ ട്രാക്കാണോ എടുക്കുന്നത്? എനിക്കൊരു സീനുണ്ട്. തട്ടിയിട്ടില്ല. ഈ ട്രാക്ക് കേട്ട് ഇത് കേട്ടാൻ പറ്റൂല. നീ ഇത് ഇറക്ക്. നല്ല കേട്ടോ. ചവിട്ട്. ആ അടിപൊളി. നല്ല സ്റ്റീര്. അതൊരു വമ്പൻ ഇറക്കമായിരുന്നു. നല്ലപോലെ പാട് കിട്ടും ഇറക്കാൻ. ഓഫ് റോഡ് കഴിഞ്ഞ് ആക്ച്വലി ഇതിലെനിക്ക് വീഡിയോ എടുത്തു തരാനും എന്നുള്ളത് അങ്ങനത്തെ ഷോട്ട് ഒരുപാട് മിസ്സിങ് ആണ്. കാരണം ആ ടെറൈനിൽ നമുക്ക് വണ്ടി നിർത്തി എടുക്കാനുള്ളൊരു സൗകര്യമില്ല ശരിക്കും പറഞ്ഞു. പിന്നെ പോകാത്തതിന് നമ്മൾ നിന്ന ഹോം സ്റ്റേ ടെൻ ക്യാമ്പിങ് ആ സൈറ്റിലോട്ട് ഒരുപാട് ജീപ്പുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ആ ജീപ്പുകാരൊക്കെ
വരുന്നതുകൊണ്ട് അവർക്ക് സൈഡ് കൊടുക്കണം. പിന്നെ നമ്മൾ റോട്ടിൽ നിന്ന് ഇട്ടിരുന്ന മോശമല്ലേ, അവർ കയറി വരുന്നത് അവരുടെ സ്ഥലത്ത് നമ്മൾ കയറി നിന്ന് അക്രമം കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അവിടെ ഒരുപാട് നിർത്തിയില്ല. നമ്മളിപ്പോൾ ആൽപ്പുരമേട് ഇറക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും ടഫായിരുന്നു എന്ന് എനിക്ക് എന്തുകൊണ്ടും പറയാം. കാരണം അന്ന് മഴയും വെള്ളവും പിന്നെ ആ മണ്ണ് മൊത്തം ഒലിച്ചു പോയിട്ട് മൊത്തം കല്ലായിരുന്നു. മൊത്തം കല്ല് പറഞ്ഞാൽ മൊത്തം കല്ല്. ആ വെള്ളം പോകുന്നതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല അതിൻ്റെ അടിയിൽ എന്താ ഇരിക്കുന്നതെന്ന്. ഫ്ലാഷ് ലൈറ്റൊക്കെ ടേന്ന് അടിക്കായിരുന്നു. ലാസ്റ്റ് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയപ്പോഴാണ് അവർ പറഞ്ഞത് ഫ്ലാഷ് ലൈറ്റിൻ്റെ അടിയിലൊരു നട്ടില്ല, നെട്ടൊക്കെ തെറിച്ച് പോയിരുന്നു. ലാസ്റ്റ് അവർ ഫിക്സ് ചെയ്ത് തന്നാണ്. അപ്പോൾ ഗൈസ് നമുക്ക് പോവാം. അടുത്ത റൈഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് ബൈ, സ്റ്റേ ട്യൂൺ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.